everyone. Welcome back to our UGCNet online course. In today's class, we are going to discuss Topic 3 Network Models from Unit 9 Data Communication and Computer Networks. The subtopics included are Layered Architecture, OSI Reference Model and its Protocols, TCP/IP Protocol Suite, Physical Logical Port and Specific Addresses, Switching Techniques. Now, last year's question paper analysis ആണ് ഈ ഒരു ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. And from this we can see that questions are asked from the first three topics, that is layered architecture, OSI reference model and its protocols, and TCP/IP protocol suite. So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ 3 ടോപ്പിക്സും ആയിരിക്കും ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ നമുക്ക് തുടങ്ങാം. ആദ്യം എന്താണ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്? ഏറ്റവും ബേസിക് ഫോമിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? 2 കമ്പ്യൂട്ടേഴ്സ് ഉണ്ടായിരിക്കും. And these 2 computers are connected to each other with LAN cables and connectors. LAN cables are network media and connectors. And these 2 computers will be sharing data with the help of network interface cards, and all these forms a computer network. Now, coming to our syllabus, the first topic is layered architecture. 2 computers തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ we had to run the layered software on both the computers. That is, in layered approach, the concept of networking is divided into several layers, and each layer is assigned a particular task. ഇനി ഒരു ലെയേർഡ് ആർക്കിടെക്ചറിൻ്റെ 3 ബേസിക് എലമെൻറ്റ്സ് ആണ് സർവീസ്, പ്രോട്ടോകോൾ ആൻഡ് ഇൻ്റർഫേസ്. ആദ്യം എന്താണ് സർവീസ്? അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ലെയേർഡ് ആർക്കിടെക്ചറിനകത്ത് എങ്ങനെയായിരിക്കും ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ടായിരിക്കും. ഓരോ ലെയറിലും ഓരോ പർട്ടിക്കുലർ ടാസ്ക് അസൈൻ ചെയ്തിട്ടുണ്ടാവും. നൗ ഈ ഓരോ ലെയറും അതിൻ്റെ അഡ്ജസൻറ്റ് ലെയറുമായിട്ട് ഒരു സെറ്റ് ഓഫ് ആക്ഷൻസ് പ്രൊവൈഡ് ചെയ്യും. ഇതിനാണ് നമ്മൾ സർവീസ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ ലെവൽ 2 ലെവൽ 1 ഒരു ഫുൾ സെറ്റ് ഓഫ് ആക്ഷൻസ് പ്രൊവൈഡ് ചെയ്യും. അതിനാണ് നമ്മൾ സർവീസസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ടു മാനേജ് ദ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് റൺ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ്. Next one, protocol. It defines a set of rules that a layer uses to exchange the information with its peer entity. നോർമലി ഈ പിയർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ അതേ ലെവലിലുള്ള ഒരാളിനെയാണ് നമ്മൾ പിയർ എന്ന് പറയുന്നത്. എ പേഴ്സൺ ഹൂ ഇസ് ഓഫ് എ സെയിം ലെവൽ. ഇനി നെറ്റ്വർക്കിങ്ങിൻ്റെ കേസ് വരികയാണെങ്കിൽ എങ്ങനെയാണ്? ഡിവൈസ് 1 ലെയർ 1ഉം ഡിവൈസ് 2 ലെയർ 2ഉം ആ സെയിം ലെയർ അവരാണ് പിയേഴ്സ് എന്ന് പറയുന്നത്. സോ ഇവർ തമ്മിൽ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു സെറ്റ് ഓഫ് റൂൾസ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനാണ് നമ്മൾ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ കാണാം ലെയർ 1ഉം ലെയർ 1ഉം ആണെങ്കിൽ ലെയർ 1 പ്രോട്ടോകോൾ, ദെൻ ലെയർ 2 പ്രോട്ടോകോൾ, അങ്ങനെ ഡിഫറെൻറ്റ് ലെയേഴ്സിന് ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ് സെറ്റ് ഓഫ് റൂൾസ് അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനാണ് നമ്മൾ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. തേർഡ് വൺ ഇസ് ഇൻ്റർഫേസ്. ഇറ്റ് ഈസ് എ വേ ത്രൂ വിച്ച് ദ മെസ്സേജ് ഇസ് ട്രാൻസ്ഫേർഡ് ഫ്രം 1 ലെയർ ടു അനദർ ലെയർ. അതായത് ലെവൽ 1 നിന്ന് ലെവൽ 2 എങ്ങനെയാണ് മെസ്സേജ് സെൻഡ് ആവുന്നത്, ആ ഒരു കോൺസെപ്റ്റിനാണ് ഇൻ്റർഫേസിംഗ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. നൗ ബിലോ ദ ലെയർ 1 ഇസ് ദ ഫിസിക്കൽ മീഡിയം ത്രൂ വിച്ച് ദ ആക്ച്വൽ കമ്മ്യൂണിക്കേഷൻ ടേക്സ് പ്ലേസ്. നൗ വൈ ഡു വി റിക്വയർ ദിസ് ലെയേർഡ് ആർക്കിടെക്ചർ? ആദ്യത്തെ പോയിന്റ് എന്തുവാണ്? ഇൻ ലെയേർഡ് ആർക്കിടെക്ചർ ഇറ്റ് യൂസസ് ഡിവൈഡ് ആൻഡ് കോൺകർ അപ്രോച്ച്. അതായത് ഒരു അൺമാനേജബിൾ ടാസ്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കുറേ മാനേജബിൾ ടാസ്ക് ആയിട്ട് എടുക്കും. ഇൻ ദാറ്റ് വേ ദിസ് അപ്രോച്ച് റിഡ്യൂസസ് ദ കോംപ്ലക്സിറ്റി ഓഫ് ദ ഡിസൈൻ. നൗ സെക്കൻഡ് പോയിന്റ് ഇസ് മോഡ്യൂലാരിറ്റി. ദിസ് ലെയേർഡ് ആർക്കിടെക്ചർ ഇസ് മോർ മോഡ്യൂലാർ ആൻഡ് മോഡ്യൂലാരിറ്റി പ്രൊവൈഡ്സ് ദ ഇൻഡിപെൻഡൻസ് ഓഫ് ലെയേഴ്സ്. അതായത് നമ്മൾ പറഞ്ഞു ഇതിനകത്ത് ഓരോ ലെയേഴ്സും അതിൻ്റെ അഡ്ജസൻറ്റ് ലെയറിലോട്ട് ഒരു സെറ്റ് ഓഫ് ആക്ഷൻസ് അല്ലെങ്കിൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ സർവീസസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ, അല്ലാതെ ഈ സർവീസസ് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഇന്നർ ഡീറ്റെയിൽസ് ഒക്കെ ബാക്കി ലെവൽസിൽ നിന്ന് എന്തായിരിക്കും? ഹിഡൻ ആയിരിക്കും. ദസ് ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഇൻഡിപെൻഡൻസ് ഓഫ് ലെയേഴ്സ് വിച്ച് ഇസ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇംപ്ലിമെൻറ്റ്. നെക്സ്റ്റ് പോയിന്റ് ഇസ് ഈസി ടു മോഡിഫൈ. നമ്മൾ പറഞ്ഞു ഇൻഡിപെൻഡൻസ് ഉണ്ടെന്ന്. സോ അതുകൊണ്ട് തന്നെ ഒരു ലെയറിനെ നമുക്ക് മോഡിഫൈ ചെയ്യുമ്പോൾ അത് ബാക്കി ലെയേഴ്സിനെ എഫക്റ്റ് ചെയ്യത്തില്ല. സോ ഇറ്റ് ഈസ് വെരി ഈസി ടു മോഡിഫൈ. Last point is easy to test. Each layer of the layered architecture can be analyzed and tested individually. Next topic is OSI reference model and its protocols.
നമ്മൾ മുൻപ് പറഞ്ഞു ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അതിൻ്റെ ബേസിക് ഫോമിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് രണ്ട് കമ്പ്യൂട്ടേഴ്സ് തമ്മിലുള്ള ഡേറ്റ ഷെയറിംഗ് ഓർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു കമ്പ്യൂട്ടേഴ്സ്, അതിനാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കമ്പ്യൂട്ടേഴ്സിലും ഡിഫറെൻ്റ് ആർക്കിടെക്ചറാണ് ഉള്ളതെങ്കിൽ എങ്ങനെയാണ് ഒരു സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ദാറ്റ് ഈസ്, if one computer is based on Microsoft Windows and the other one has Mac OS installed, then how these two computers are going to communicate with each other? ഇതിനായിട്ടാണ് നമ്മൾ 7 ലെയർഡ് OSI റെഫറൻസ് മോഡൽ അല്ലെങ്കിൽ ഓപ്പൺ സിസ്റ്റം ഇന്റർകണക്ഷൻ മോഡൽ കൊണ്ടുവന്നിരിക്കുന്നത്. That is, in order to accomplish successful communication between two computers or networks of different architectures, 7 layered OSI model or Open System Interconnection Model was introduced by ISO, that is International Organization for Standardization, in 1984. This OSI model describes how information from a software application in one computer moves through a physical medium to the software application in another computer. ഇനി ഈ OSI റെഫറൻസ് മോഡലിനകത്ത് 7 ലെയേഴ്സ് ആണുള്ളത്. ആപ്ലിക്കേഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, സെഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ഡേറ്റ ലിങ്ക് ലെയർ ആൻഡ് ഫിസിക്കൽ ലെയർ. ഈ ഓരോ ലെയർ എന്താണുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. This OSI model divides the whole task into 7 smaller and manageable tasks. Each layer is assigned a particular task. And also each layer is self-contained so that tasks assigned to each layer can be performed independently. So now this is the structure of OSI reference model. So here we have two devices. That two devices are connected to a network. And let us assume A is the sender and B is the receiver. So Aയും Bയും തമ്മിൽ ഡേറ്റ ഷെയർ ചെയ്യാനായിട്ട് നമുക്ക് അവിടെ എന്ത് വേണം? ഒരു ഫിസിക്കൽ മീഡിയം വേണം ഫോർ ഷെയറിംഗ്. ദാറ്റ് ഇസ് എ ചാനൽ, കമ്മ്യൂണിക്കേഷൻ ചാനൽ. നൗ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലിനകത്ത് 2 ഇൻ്റർമീഡിയറ്റ് നോഡ്സ് ഉണ്ട്. ദീസ് ആർ റൗട്ടേഴ്സ്. സോ ഡിവൈസ് എയിൽ നിന്ന് ബിയിലോട്ട് നമുക്ക് എന്തെങ്കിലും ഡേറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആ ഡേറ്റ ഡിവൈസ് എയിലുള്ള 7 ലെയേഴ്സിലൂടെ പാസ് ചെയ്തതിന് ശേഷമായിരിക്കും ഈ ഒരു ഫിസിക്കൽ മീഡിയത്തിലോട്ട് ഡേറ്റ വരുന്നത്. അതായത് ഡിവൈസ് എയിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുവാണ്. സോ ആ ഒരു ആപ്ലിക്കേഷനിൽ നിന്നാണ് ഡേറ്റ ജനറേറ്റ് ചെയ്യുന്നത്. Then this data generated in the application layer is handed over to the presentation layer, then to the session layer, then transport, network, data link and physical layer. Now നമ്മൾ ആദ്യം പറഞ്ഞു 2 ഇന്റർമീഡിയറ്ററി നോഡ്സ് ഉണ്ടായിരിക്കും. സോ ഈ 2 ഇന്റർമീഡിയറ്റ് നോഡ്സ്, അതായത് 2 റൂട്ടേഴ്സ്, താഴത്തെ 3 ലെയറിലുള്ള ഡേറ്റ മാത്രമായിരിക്കും പ്രോസസ്സ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നെറ്റ്വർക്ക് ലെയർ, ഡേറ്റ ലിങ്ക് ലെയർ ആൻഡ് ഫിസിക്കൽ ലെയർ. That means these 2 routers will only focus on the ഹാർഡ്വെയർ ലെയേഴ്സ്. അപ്പോൾ ഡിവൈസ് എയിൽ നിന്ന് ഇപ്പം നമ്മുടെ ഡേറ്റ ഈ ഒരു ഫിസിക്കൽ മീഡിയത്തിനകത്ത് നിൽക്കുവാണ്. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഒരു ഡേറ്റ തിരിച്ച് ഡിവൈസ് ബിയിലോട്ടുള്ള 7 ലെയേഴ്സിലോട്ടും പാസ് ചെയ്യും. ദാറ്റ് ഈസ് ഫസ്റ്റ് ഇനിഷ്യലി ഫിസിക്കൽ ലെയർ, ദെൻ ഡേറ്റ ലിങ്ക് ലെയർ, ദെൻ നെറ്റ്വർക്ക് ലെയർ, ദെൻ ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ ആൻഡ് ആപ്ലിക്കേഷൻ ലെയർ. നൗ ഈ ഒരു ഫിഗറിനകത്ത് ഇൻ്റർഫേസസ്, ദെൻ പ്രോട്ടോകോൾസ്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ലെയേർഡ് അപ്രോച്ച് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. സോ ഐ എം നോട്ട് ഗോയിങ് ടു റിപ്പീറ്റ് ദിസ് അഗെയിൻ. നൗ ഓരോ ലെയേഴ്സും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തത് ആപ്ലിക്കേഷൻ ലെയർ. ഇറ്റ് ഈസ് ദ ടോപ്പ് മോസ്റ്റ് ലെയർ ഓഫ് ദ OSI റെഫറൻസ് മോഡൽ. ഇറ്റ് എനേബിൾസ് ദ യൂസർ ടു ആക്സസ് ദ നെറ്റ്വർക്ക് റിസോഴ്സസ്. ഓൾസോ ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ നെറ്റ്വർക്ക് ആപ്ലിക്കേഷൻസ്. നെറ്റ്വർക്ക് ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? Computer applications that requires internet like Google Chrome, Outlook, Skype, etc. These all are called network applications. Now, your application layer na ഒരുപാട് protocols ഉണ്ട് like HTTP, HTTPS, FTP, etc. The network applications will use these protocols for various web services like file transfer, web surfing, emails, etc. File transfer is done with the help of FTP protocol. Web surfing is done by using HTTP or HTTPS protocol, then email by SMTP and virtual terminals by Telnet. Now, the different functions of application layer are file transfer, access and management, that is FTAM. That means an application layer will allow a user to access the files, to transfer the file and to manage these files.
Then mail services. An application layer provides the facility for email forwarding and storage. Directory services. An application provides the distributed database sources and is used to provide the global information about various objects. അടുത്തത് presentation layer. This layer is also called translation layer. Here, the data from the application layer is extracted and manipulated as per the required format to transmit over the network. അതായത് ആപ്ലിക്കേഷൻ ലെയറിൽ നിന്നുള്ള ഡേറ്റേനെ നമ്മൾ എന്ത് ചെയ്യുവാണ്, ട്രാൻസ്മിഷനായിട്ട് നമുക്ക് ഏത് ഫോമാറ്റിലാണോ വേണ്ടത് അതിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇൻ ദിസ് പ്രസൻറ്റേഷൻ ലെയർ. നൗ ദ ഫങ്ഷൻസ് ഓഫ് ദ പ്രസൻറ്റേഷൻ ലെയർ ആർ ട്രാൻസ്ലേഷൻ, കംപ്രഷൻ ആൻഡ് എൻക്രിപ്ഷൻ ഓർ ഡീക്രിപ്ഷൻ. സോ ഇനീഷ്യലി ആപ്ലിക്കേഷൻ ലെയറിൽ നിന്നുള്ള ഡേറ്റ എന്ന് പറയുന്നത് ആൽഫബെറ്റ്സ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിൻ്റെ ഫോമിലായിട്ടും ആയിരിക്കും ഉണ്ടാവുന്നത്. So we have to convert this into machine understandable binary code. അതിനാണ് നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ASCII to IPSY decode. അടുത്ത സ്റ്റെപ്പ് എന്താണ്? കംപ്രഷൻ. It reduces the number of bits that need to be transmitted on the network. And this compression increases the speed of transmission. Now encryption and decryption. This is done for maintaining the integrity of the data. സെൻഡർ സൈഡിൽ ഡേറ്റനെ എൻക്രിപ്റ്റ് ചെയ്യും ആൻഡ് റിസീവർ സൈഡിൽ ഡേറ്റ ഡീക്രിപ്റ്റഡ് ബാക്ക് ഇൻ ടു ഇറ്റ്സ് നോർമൽ ഫോം. നൗ സെക്യൂർ സോക്കറ്റ് ലെയർ പ്രോട്ടോകോൾ, ദാറ്റ് ഈസ് SSL protocol, is used for encryption and decryption. Now after these three steps, the data is passed into the next layer, that is session layer. Now session layer. This layer is responsible for establishment of connection, maintenance of sessions, authentication and also ensures security. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ദിസ് സെഷൻ ലെയർ വിൽ എസ്റ്റാബ്ലിഷ് എ കണക്ഷൻ, then enables the sending and receiving of this data, and after the transmission it will terminate the connection. അതാണ് ഇവിടെ ആദ്യത്തെ ഫംഗ്ഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, ദാറ്റ് ഇസ് സെഷൻ എസ്റ്റാബ്ലിഷ്മെന്റ്, മെയിൻ്റനൻസ് ആൻഡ് ടെർമിനേഷൻ. നെക്സ്റ്റ് പോയിന്റ് ഇസ് സിങ്ക്രണൈസേഷൻ. This layer allows a process to add checkpoints which are also known as synchronization points. These synchronization points help to identify the error so that the data is resynchronized properly and ends of the messages are not cut prematurely and data loss is avoided. അതായത് നമുക്കിപ്പോൾ ഒരു 1000 പേജുള്ള ഡേറ്റയാണ് സെൻഡ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. സോ നമ്മൾ എന്ത് ചെയ്യും, ഓരോ 100 പേജ് കഴിയുമ്പോഴത്തേക്കും ഓരോ ചെക്ക് പോയിന്റ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കും. ദിസ് ചെക്ക് പോയിന്റ് ഇസ് ടു എൻഷുർ ദാറ്റ് 100 പേജ് ഇസ് സക്സസ്ഫുള്ളി സെൻഡ്. ഇനി ഈ ഒരു ട്രാൻസ്മിഷൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ക്രാഷ് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ നമുക്ക് എൻറ്റയർ നമ്പർ ഓഫ് 1000 പേജസും എഗെയിൻ റീസെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആ ഒരു എവിടെയാണോ എറർ വന്നത് ആ ഒരു സെറ്റ് ഓഫ് 100 പേജസ് മാത്രം നമുക്ക് പിന്നെ എന്ത് ചെയ്താൽ മതി, സെൻഡ് ചെയ്താൽ മതി. Next functionality is dialogue controller. The session layer allows two systems to start communication with each other in half duplex or full duplex mode. Next is transport layer. The transport layer is a layer 4 that ensures messages are transmitted in the order in which they are sent and there is no duplication of data. The main responsibility of this transport layer is to transfer the data completely. It receives the data from the upper layer and converts them into smaller units known as segments. Now the functions of the transport layer are segmentation and reassembly. അതായത് സെൻഡർ സൈഡിൽ നമ്മുടെ സെഷൻ ലെയറിൽ നിന്ന് വരുന്ന ഡേറ്റേനെ എന്ത് ചെയ്യും, സ്മോളർ ഡേറ്റ യൂണിറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും, ദാറ്റ് ഈസ് സെഗ്മെൻറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും, അതാണ് സെഗ്മെൻറ്റേഷൻ. ഇനി റിസീവർ സൈഡിലോട്ട് ഈ സെഗ്മെൻറ്റ്സിനെ പിന്നെയും റീഅസംബിൾ ചെയ്ത് ഒരു സിംഗിൾ ഡേറ്റ ആയിട്ട് മാറ്റും. സെക്കൻഡ് ഫംഗ്ഷൻ സർവീസ് പോയിന്റ് അഡ്രസ്സിംഗ് ഓർ സർവീസ് പോർട്ട് അഡ്രസ്സിംഗ്. അതായത് ഓരോ സെഗ്മെൻറ്റിനകത്തും ഒരു സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്പർ ഉണ്ടായിരിക്കും. ആൻഡ് ദിസ് പോർട്ട് നമ്പർ ഹെൽപ്സ് ടു ഡയറക്റ്റ് ഈച്ച് സെഗ്മെൻറ്റ് ടു ദ കറക്റ്റ് ആപ്ലിക്കേഷൻ. അതായത് ഓരോ സെഗ്മെൻറ്റും അതിൻ്റെ കറക്റ്റ് പ്രോസസ്സിലോട്ട് ഡെലിവറി ചെയ്യാനായിട്ടാണ് ഈ സർവീസ് പോർട്ട് അഡ്രസ്സിംഗ് യൂസ് ചെയ്യുന്നത്. Next one is network layer.
നമ്മുടെ ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്ന് ഈ ഓരോ സെഗ്മെൻറ്റ്സിനെ നമ്മൾ നെറ്റ്വർക്ക് ലെയറിലോട്ട് പാസ് ചെയ്യുവാണ്. ആൻഡ് ദിസ് നെറ്റ്വർക്ക് ലെയർ works for the transmission of data from one computer to another computer located in different networks. അതായത് രണ്ട് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ദീസ് ടു കമ്പ്യൂട്ടേഴ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ടു ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സ്. ഇവർ തമ്മിലുള്ള ഡേറ്റ ട്രാൻസ്മിഷൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ നെറ്റ്വർക്ക് ലെയറിൻ്റെ റെസ്പോൺസിബിലിറ്റി. ദ ഫങ്ഷൻസ് ഓഫ് നെറ്റ്വർക്ക് ലെയർ ആർ ലോജിക്കൽ അഡ്രസ്സിംഗ് ആൻഡ് റൂട്ടിംഗ്. ആദ്യം എന്താണ് ലോജിക്കൽ അഡ്രസ്സിംഗ്? ഒരു നെറ്റ്വർക്കിനകത്തുള്ള ഓരോ കമ്പ്യൂട്ടറിനും ഓരോ യുണീക്കായിട്ടുള്ള IP അഡ്രസ്സ് ഉണ്ടായിരിക്കും. നെറ്റ്വർക്ക് ലെയർ എന്ത് ചെയ്യും? നമ്മുടെ ഓരോ സെഗ്മെൻറ്റിലും സെൻഡറിൻ്റെ IP അഡ്രസ്സും റിസീവറിൻ്റെ IP അഡ്രസ്സും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. Now a segment along with its source and destination IP address is known as an IP packet. And this IP addressing that is done in network layer is known as logical addressing. Now next routing എന്താണ്? The network layer protocols determines which route is suitable from source to destination, and this function of network layer is known as routing. Next is data link layer. So data packets from network layer is given to data link layer. Now there are two types of addressing, logical addressing and physical addressing. Logical addressing എന്താണ് നമ്മൾ ഓൾറെഡി നെറ്റ്വർക്ക് ലെയറിൽ ഡിസ്കസ് ചെയ്തു. അതായത് എ സെഗ്മെൻറ്റ് അലോങ് വിത്ത് ഇറ്റ്സ് സെൻഡേഴ്സ് ആൻഡ് റിസീവേഴ്സ് IP അഡ്രസ്സസ് ഇസ് നോൺ ആസ് എ ഡേറ്റ പാക്കറ്റ്. അങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നതിനാണ് ലോജിക്കൽ അഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. നൗ ഫിസിക്കൽ അഡ്രസ്സിംഗ് ഇറ്റ് ഈസ് ഡൺ ഇൻ ദ ഡേറ്റ ലിങ്ക് ലെയർ. അതായത് നമ്മുടെ ഡേറ്റ പാക്കറ്റിൻ്റെ കൂടെ ഡെസ്റ്റിനേഷൻ്റെയും സോഴ്സിൻ്റെയും MAC അഡ്രസ്സ് കൂടെ എന്ത് ചെയ്യും? എംബെഡ് ചെയ്യും. സോ അതൊരു ഫ്രെയിം ആയിട്ട് മാറും. അതാണ് ഫിസിക്കൽ അഡ്രസ്സിങ്ങിനകത്ത് വരുന്നത്. Now ഈ MAC അഡ്രസ്സ് എന്ന് പറയുമ്പോൾ എന്തുവാണ്? ഇറ്റ് ഈസ് എ 12-digit alpha numeric code that is embedded in the network interface card, that is NIC of our computer. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന എന്താണ്? ഡേറ്റ ലിങ്ക് ലെയറിലെ ഡേറ്റ യൂണിറ്റ് ആണ് ഫ്രെയിം. ആൻഡ് ഈ ഫ്രെയിം എന്ന് പറയുമ്പോൾ എന്താണ്? ഡേറ്റ പാക്കറ്റ് പ്ലസ് MAC അഡ്രസ് ഓഫ് ദ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ. The data link layer is responsible for the node-to-node delivery of the message. The main function of this layer is to make sure that the data transfer is error-free from one node to another or the physical layer. When a packet arrives in the network, it is the responsibility of this layer to transmit it to the host using its MAC address. Now the different functions of data link layer are framing, physical addressing, error control, flow control and access control. ഇതിനകത്ത് ഫ്രെയിമിങ്ങും ഫിസിക്കൽ അഡ്രസ്സിങ്ങും നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തു. So now what is error control? Data link layer provides the mechanism of error control in which it detects and retransmits damaged or lost frames. അതായത് ഈ ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ നമ്മൾ ട്രാൻസ്മിഷൻ്റെ ടൈമിൽ എന്തെങ്കിലും ഒരു ഡേറ്റ ഫ്രെയിം മിസ്സാവുകയാണെങ്കിൽ ദിസ് ഡേറ്റ ലിങ്ക് ലെയർ വിൽ യൂസ് ഓട്ടോമാറ്റിക് റിപ്പീറ്റ് റിക്വസ്റ്റ് സ്കീംസ് ഫോർ റീട്രാൻസ്മിറ്റിംഗ് ദിസ് ലോസ്റ്റ് ഡേറ്റ. നെക്സ്റ്റ് ഇസ് ഫ്ലോ കൺട്രോൾ. The data rate must be constant on both sides, else the data may get corrupted. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് നമുക്കൊരു ഫോണിലോട്ട് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണം. ആൻഡ് സിസ്റ്റത്തിനകത്ത് 100 MB/s ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ബട്ട് മൊബൈൽ ഫോണിനകത്ത് 10 MB/s മാത്രമേ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നൗ ഇഫ് ദ സിസ്റ്റം ഇസ് ട്രാൻസ്ഫറിങ് ഡേറ്റ അറ്റ് 50 MB/s, then the mobile phone could not handle this amount of data. അപ്പോൾ മൊബൈൽ ഫോൺ എന്ത് ചെയ്യും? ഡേറ്റ ട്രാൻസ്മിഷൻ സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് പറയും ടു 10 MB/s. അതാണ് ദ ഡേറ്റ റേറ്റ് മസ്റ്റ് ബി കോൺസ്റ്റന്റ് ഓൺ ബോത്ത് ദ സൈഡ്സ്, എൽസ് ദ ഡേറ്റ മേ ഗെറ്റ് കറപ്റ്റഡ്. അപ്പോൾ രണ്ട് സൈഡിലും ഡേറ്റ റേറ്റ് കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ വി ക്യാൻ റെഡ്യൂസ് ദ ലോസ് ഇൻ ദ ഡേറ്റ. ദ നെക്സ്റ്റ് ഫങ്ഷനാലിറ്റി ഈസ് access control. When a single communication channel is shared by multiple devices, MAC sublayer of data link layer helps to determine which device has control over the channel at a given time. Now, the last and lowest layer of the OSI reference model is physical layer. This layer establishes, maintains and deactivates the physical connection. അപ്പോൾ നമ്മൾ ഇത്ര നേരം എന്ത് കണ്ടു? ആപ്ലിക്കേഷൻ ലെയറിൽ നിന്നുള്ള ഡേറ്റേനെ ട്രാൻസ്പോർട്ട് ലെയറിൽ വെച്ച് സെഗ്മെൻറ്റ്സ് ആക്കുന്നു, ദെൻ നെറ്റ്വർക്ക് ലെയറിൽ വെച്ച് പാക്കറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ദെൻ
In data link layer, it is converted into frames. ഇനി ഈ ഫ്രെയിംസ് എന്ന് പറയുമ്പോൾ എന്തുവാണ്? ഇറ്റ് ഈസ് എ ബൈനറി പാറ്റേൺ ഓഫ് വൺസ് ആൻഡ് സീറോസ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ബിറ്റ്സ്. നൗ ഫിസിക്കൽ ലെയർ എന്തോന്ന് ചെയ്യും? ഈ ബിറ്റ്സിനെ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ദെൻ ദി സിഗ്നൽ ഇസ് ട്രാൻസ്മിറ്റഡ് ത്രൂ എ ഫിസിക്കൽ മീഡിയം. നൗ നമ്മുടെ ഈ ട്രാൻസ്മിഷൻ മീഡിയ അല്ലെങ്കിൽ ഈ ഫിസിക്കൽ മീഡിയ എന്ന് പറയുന്നത് വയർലെസ് ആവാം, വയർഡ് ആവാം. So the bits are converted into electrical signals in case of LAN cable, and the bits are converted into light signal in case of optical fiber cable, and it is converted into radio signals in case of air. So the main functionality of the physical layer is to transmit the individual bits from one node to another node. Now the functions of the physical layer: bit synchronization, bit rate control, physical topologies, and transmission mode. So ആദ്യം എന്താണ് bit synchronization? The physical layer provides the synchronization of bits by providing a clock. This clock controls both sender and receiver, thus providing synchronization at bit level. Next one is bit rate control. The physical layer also defines the transmission rate, that is the number of bits sent per second. നെക്സ്റ്റ് ഫിസിക്കൽ ടോപ്പോളജീസ്. നമ്മൾ ഡിഫറെൻറ്റ് ടോപ്പോളജീസ് പഠിച്ചു. ബസ് ടോപ്പോളജി, സ്റ്റാർ മെഷ്, എക്സെട്ര. സോ ഒരു നെറ്റ്വർക്കിനകത്തുള്ള ഡിവൈസസ് ഏത് ടോപ്പോളജിയാണ് ഫോളോ ചെയ്യുന്നത് എന്ന് സ്പെസിഫൈ ചെയ്യുന്നത് ഫിസിക്കൽ ലെയർ ആണ്. ദെൻ ട്രാൻസ്മിഷൻ മോഡ്. ദ ഫിസിക്കൽ ലെയർ ഓൾസോ ഡിഫൈൻസ് ദ വേ ഇൻ വിച്ച് ദ ഡേറ്റ ഫ്ലോസ് ഇൻ ബിറ്റ്വീൻ ടു കണക്റ്റഡ് ഡിവൈസസ്. അതായത് രണ്ട് ഡിവൈസസ് സിംപ്ലെക്സ് മോഡലാണോ, ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡലാണോ, അതോ ഫുൾ ഡ്യൂപ്ലെക്സ് മോഡലാണോ കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് ഡിഫൈൻ ചെയ്യുന്നതും ഈ ഫിസിക്കൽ ലെയർ തന്നെയാണ്. സോ ടിൽ നൗ വി ഹാവ് സീൻ ദാറ്റ് ഹൗ എ ഡേറ്റ ദാറ്റ് ഇസ് സെൻഡ് ഫ്രം എ ഡിവൈസ് ഇസ് പാസ്ഡ് ത്രൂ ദി 7 ഡിഫറെൻറ്റ് OSI റെഫറൻസ് ലെയേഴ്സ് ആൻഡ് ദെൻ ട്രാൻസ്മിറ്റഡ് ടു ദ ഫിസിക്കൽ മീഡിയം. അപ്പോൾ നമ്മൾ സോഴ്സിൽ നിന്ന് ഫിസിക്കൽ മീഡിയം വരെ എത്തി നിൽക്കുവാണ്. ഇനി എങ്ങനെയായിരിക്കും ഇത് റിസീവിംഗ് ഡിവൈസിലോട്ട് സെൻഡ് ആവുന്നത്? ദാറ്റ് ഈസ് ജസ്റ്റ് ദ റിവേഴ്സ് ഓപ്പറേഷൻ. സോ അറ്റ് ദ റിസീവർ ദ ഫിസിക്കൽ ലെയർ വിൽ റിസീവ് ദീസ് സിഗ്നൽസ് ആൻഡ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു ബിറ്റ്സ്. ദെൻ ദീസ് ബിറ്റ്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു ഫ്രെയിംസ്, പാക്കറ്റ്സ്, സെഗ്മെൻറ്റ്സ് ഇൻ ദ അപ്പർ ലെയേഴ്സ്. Then finally in the application layer, with the help of application layer protocols, എന്ത് മെസ്സേജ് ആണ് വന്നതെന്നുള്ളത് നമ്മുടെ ഡിവൈസിന്, റിസീവിംഗ് ഡിവൈസിന് മനസ്സിലാവുന്നു. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് OSI reference model. Our next topic is TCP/IP protocol suite. The TCP/IP model is a concise version of the OSI model. It contains 4 layers, and these layers are process or application layer, host-to-host or transport layer, internet layer, network access layer or link layer. ആദ്യം ഏറ്റവും ലോവസ്റ്റ് ലെയർ ആയിട്ടുള്ള നെറ്റ്വർക്ക് ആക്സസ് ലെയർ എന്താണെന്ന് നോക്കാം. OSI റെഫറൻസ് മോഡലിനകത്തുള്ള ഫിസിക്കൽ ലെയറും ഡേറ്റ ലിങ്ക് ലെയറും അത് രണ്ടിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ ഒരു TCP/IP മോഡലിനകത്തുള്ള നെറ്റ്വർക്ക് ലെയർ എന്ന് പറയുന്നത്. ഇറ്റ് ഡിഫൈൻസ് ഹൗ ദ ഡേറ്റ ഷുഡ് ബി സെൻഡ് ഫിസിക്കലി ത്രൂ ദ നെറ്റ്വർക്ക്. നൗ ഈ ഒരു ലെയറിനകത്ത് വരുന്ന ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോകോൾ ഓർ PPP, then Ethernet protocols, then certain interface drivers are also there. Then the second layer is internet layer, and it is also known as network layer. The main responsibility of the internet layer is to send the packets from any network, and these packets arrive at the destination irrespective of the route they take. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഡിഫറെൻറ്റ് റൂട്ടിംഗ് പ്രോട്ടോകോൾസ് വരുന്നുണ്ട്, ലൈക്ക് RIP, OSPF, എക്സെട്ര. ദെൻ IP പ്രോട്ടോകോൾസ് വരുന്നുണ്ട്, ലൈക്ക് NAT, ദാറ്റ് ഇസ് നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ, ICMP, എക്സെട്ര. ഇനി അടുത്ത ലെയറാണ് ഹോസ്റ്റ് ടു ഹോസ്റ്റ് ലെയർ ഓർ ട്രാൻസ്പോർട്ട് ലെയർ, ആൻഡ് ദിസ് ലെയർ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ എൻഡ് ടു എൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് എറർ ഫ്രീ ഡെലിവറി ഓഫ് ഡേറ്റ. ഈ ലെയറിനകത്ത് വരുന്ന 2 ഇമ്പോർട്ടൻറ്റ് പ്രോട്ടോകോളാണ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ആൻഡ് യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോകോൾ. നൗ ദ ടോപ്പ് മോസ്റ്റ് ലെയർ ഇസ് ദ ആപ്ലിക്കേഷൻ ലെയർ. ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ OSI റെഫറൻസ് മോഡലിനകത്തുള്ള ആപ്ലിക്കേഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, സെഷൻ ലെയർ, ഈ 3 ലെയറിൻ്റെയും ഫംഗ്ഷൻ ഈ ഒരൊറ്റ ആപ്ലിക്കേഷൻ ലെയർ ആയിരിക്കും TCP/IP പ്രോട്ടോകോളിനകത്ത് പെർഫോം ചെയ്യുന്നത്.
ഇനി ഇതിനകത്ത് വരുന്ന ചില പ്രോട്ടോകോൾസ് ഏതൊക്കെയാണ്? ഡൊമൈൻ നെയിം സിസ്റ്റം പ്രോട്ടോകോൾ ഓർ DNS, ദെൻ ബൂട്ട്സ്ട്രാപ്പ് പ്രോട്ടോകോൾ, ദെൻ DHCP or Dynamic Host Configuration Protocol. And for email services, we can use SMTP or Simple Mail Transfer Protocol, then Post Office Protocol or POP, then Internet Message Access Protocol or IMAP. And for file transfer, we can use file transfer protocols and trivial file transfer protocols. And for web surfing, we can use HTTP protocol. ഇനി ഈ ഓരോ ലെയേഴ്സിലും വരുന്ന ഡേറ്റ യൂണിറ്റ് എന്താണെന്നുള്ളത് നോക്കാം. ആപ്ലിക്കേഷൻ ലെയറിനകത്ത് എന്തുവാണ്? ഡേറ്റ, ദാറ്റ് ഇസ് APDU, ദാറ്റ് ഇസ് ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ ഡേറ്റ യൂണിറ്റ്. ദെൻ ട്രാൻസ്പോർട്ട് ലെയറിനകത്ത് സെഗ്മെൻറ്റ്സ്, നെറ്റ്വർക്ക് ലെയറിനകത്ത് പാക്കറ്റ്സ്, ഡേറ്റ ലിങ്ക് ലെയറിനകത്ത് ഫ്രെയിംസ് ആൻഡ് ഫിസിക്കൽ ലെയറിനകത്ത് ബിറ്റ്സ്. സോ ദിസ് ഇസ് എ ബ്രീഫ് ഐഡിയ അബൌട്ട് TCP/IP പ്രോട്ടോകോൾ. ഇനി ഇതിനകത്തുള്ള ഓരോ പ്രോട്ടോകോൾസും ഇൻ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ലെക്ചേഴ്സിൽ നമുക്ക് നോക്കാം. So thank you.